സ്വാഗതം ടോപ് 10ലേക്ക്. ആചാരാനുഷ്ഠാനങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന നിർദ്ദേശത്തോടെ ആഗോള അയ്യപ്പ സംഗമത്തിന് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. കോടതി നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുമെന്നും ലക്ഷ്യം ശബരിമല വികസനം മാത്രം എന്നുമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ന്യൂനപക്ഷ സംഗമത്തിന് ഒരുങ്ങുകയാണ് സർക്കാർ. അയ്യപ്പ സംഗമത്തിനെതിരായി വന്ന വിമർശനങ്ങളുടെ മുനയൊടിക്കാനാണ് ഈ പുതിയ നീക്കമെന്നാണ് പലരുടെയും വിലയിരുത്തൽ. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്ന ഹൈക്കോടതി. കണക്കുകൾ സുതാര്യമാകണമെന്നും ഭക്തരുടെ അവകാശങ്ങൾ ഹനിക്കരുതെന്നും നിർദ്ദേശം. സ്വാഗതം ചെയ്ത ദേവസ്വം ബോർഡ്. ശബരിമല വികസനം ഇപ്പോൾ പറയുന്നത് കാപ്പട്യമെന്ന് വി.ഡി. സതീശൻ. അയ്യപ്പ സംഗമത്തിനു പിന്നാലെ ന്യൂനപക്ഷ സംഗമം നടത്താനുള്ള ആലോചനയുമായി സർക്കാർ. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് ഇളകിയ സ്വർണ്ണപ്പാളി ഉടൻ തിരികെ കൊണ്ടുവരാനാകില്ല എന്ന് ദേവസ്വം ബോർഡ്. ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത്. ചെന്നൈയിലേക്ക് സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് നടപടിക്രമം പാലിച്ചെന്നും വിശദീകരണം. പ്രസിഡൻഷ്യൽ റഫറൻസിൽ സുപ്രീം കോടതിയിൽ വാദം പൂർത്തിയായി. ജനാധിപത്യ സംവിധാനം പരാജയപ്പെട്ടാൽ ഇടപെടുമെന്ന് കോടതി. റഫറൻസിൽ വിധി പിന്നീട്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ അനിശ്ചിതമായി തീരുമാനമെടുക്കാതിരിക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്ന് കേന്ദ്രം. സമയപരിധി വയ്ക്കാനാകില്ല എന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. ദോഹയിലെ ഇസ്രായേലി ആക്രമണത്തിന് ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ മറുപടി ഉണ്ടാകുമെന്ന് ഖത്തർ. തിങ്കളാഴ്ച അറബ് ഇസ്ലാമിക് അടിയന്തര ഉച്ചകോടി. ദോഹയിൽ ഞായറാഴ്ച വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചേരും. ആക്രമണത്തെ എതിർക്കുന്ന നിലപാട് ഇന്ത്യ കൂടുതൽ ഗൾഫ് രാജ്യങ്ങളെ നേരിട്ട് അറിയിച്ചേക്കും. പാക് പ്രധാനമന്ത്രി ദോഹയിൽ. യമനിലേക്കും ആക്രമണം നടത്തി ഇസ്രായേൽ. തൃശൂർ മലക്കൻപാറ വീരൻകുടി ഊരിൽ വന്യമൃഗശല്യത്തിനെതിരെ കുടിൽ കെട്ടി പ്രതിഷേധവുമായി ആദിവാസികൾ. ഊര് നിവാസികളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള തീരുമാനം നടപ്പായില്ല. വനം വകുപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് മാരാങ്കോട് കണ്ടെത്തിയ ഭൂമി കൈമാറാൻ സാധിച്ചില്ല എന്ന് പരാതി. ടോപ് 10 സ്പെഷ്യൽ. KT ജലീൽ MLAയും യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസും തമ്മിലെ പോരുമുറുകി. ബന്ധുനിയമനം യൂത്ത് ലീഗ് കയ്യോടെ പിടിച്ചപ്പോൾ രാജിവെക്കേണ്ടി വന്നതിലെ പകയാണ് ജലീലിന് തന്നോടെന്ന ഫിറോസ്. മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കലിൽ ജലീലിനെതിരെ നിർണായക തെളിവുകൾ പുറത്തുവിടുമെന്നും PK ഫിറോസ്. ഫിറോസിന്റെ കമ്പനിയുടെ വിലാസവും പ്രവർത്തനവും വെളിപ്പെടുത്തണമെന്ന് KT ജലീൽ. മുതിർന്ന കോൺഗ്രസ് നേതാവ് PP തങ്കച്ചൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. അന്ത്യം ആലുവയിലെ ആശുപത്രിയിൽ. നാളെ 11 മണിക്ക് മൃതദേഹം വീട്ടിലെത്തിക്കും. സംസ്കാരം മറ്റന്നാൾ നെടുമ്പാശ്ശേരി അകപ്പറമ്പ് യാക്കോബായ പള്ളിയിൽ. അനുശോചിച്ച മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ. ഏഷ്യാകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കട്ടെ എന്ന് സുപ്രീം കോടതി. ഹർജി നാളെ തന്നെ പരിഗണിക്കണമെന്ന നിയമ വിദ്യാർത്ഥികളുടെ പൊതുതാൽപര്യ ഹർജി തള്ളി. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഞായറാഴ്ച ദുബായ്. കൊല്ലം സ്വദേശി ഐസക് ഇനിയും ജീവിക്കും 6 പേരിലൂടെ. തിരുവനന്തപുരത്ത് നിന്ന് എയർ ആംബുലൻസിൽ കൊച്ചിയിലെത്തിച്ച ഐസക്കിന്റെ ഹൃദയം അങ്കമാലി സ്വദേശിക്ക് മാറ്റിവെക്കും. എറണാകുളം ലിസി ആശുപത്രിയിൽ ശസ്ത്രക്രിയ പുരോഗമിക്കുന്നു. സ്റ്റോറി ഓഫ് ദി ഡേ. പെരിയ പുണ്യത്തിന് ഇളയ സമർപ്പണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിന് ഹൈക്കോടതി അനുമതി നൽകി. ആചാരാനുഷ്ഠാനങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട്. ഭക്തരുടെ വികാരം വ്രണപ്പെടാതെ സൂക്ഷിക്കണം. അവകാശങ്ങൾ ഹനിക്കരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ആഗോള അയ്യപ്പ സംഗമം നടത്തുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പ്രത്യേക നിർദ്ദേശത്തോടു കൂടിയാണ് ഹൈക്കോടതി അനുമതി നൽകിയത്. പമ്പയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണം. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഭക്തരുടെ അവകാശങ്ങൾ ഹനിക്കരുത്. മതവികാരമോ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തരുത്. അയ്യപ്പ സംഗമത്തിന് എത്തുന്ന ആളുകളുടെ ബാഹുല്യത്തിൽ ഭക്തർക്ക് പ്രാർത്ഥനയോ അല്ലെങ്കിൽ പമ്പയിൽ നിന്നും ശബരിമലയിലേക്ക് പോകുവാനുള്ള തീർത്ഥാടനമോ മുടങ്ങരുത്. ദേവസ്വമോ സർക്കാരോ പണം ചെലവിടുന്നില്ലെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചത്. ചെലവിടുന്ന പണത്തിന് കൃത്യമായ കണക്ക് വേണമെന്നും അത് ഓഡിറ്റ് ചെയ്ത് സൂക്ഷിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ചിലവിടുന്ന പണം സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോടതി അറിയിച്ചിട്ടുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി. ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഹൈക്കോടതി അനുമതി നൽകിയപ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുകയാണ് ഭരണപക്ഷവും BJP.
അയ്യപ്പ സംഗമം സംബന്ധിച്ച വസ്തുതകൾ കോടതി മനസ്സിലാക്കിയതായും കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ പരിപാടികൾ നടത്തുമെന്നും ദേവസ്വം മന്ത്രി വി.എൻ. വാസവനും പ്രസിഡന്റ് പി.എസ്. പ്രശാന്തും പറഞ്ഞു. അതേസമയം ഹൈക്കോടതി വിധി ദേവസ്വം ബോർഡിന് കനത്ത തിരിച്ചടിയാണെന്നും കോടതിക്ക് സർക്കാരിന് വിശ്വാസമില്ല എന്നും ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസും പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം സംബന്ധിച്ച ഹർജി പരിഗണിക്കവെയാണ് കോടതി സർക്കാരിന് പ്രത്യേക നിർദ്ദേശത്തോടുകൂടി അനുമതി നൽകിയത്. ഇതേ തുടർന്നാണ് മന്ത്രി വി.എൻ. വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്തും കോടതി ഉത്തരവ് സർക്കാരിന് അനുകൂലമാണെന്ന നിലപാടുമായി രംഗത്തെത്തിയത്. സർക്കാരിന്റെ ഉദ്ദേശം കോടതിക്ക് വ്യക്തമായതായും കോടതി നിർദ്ദേശിച്ചതുപോലെ പരിപാടികൾ നടത്തുമെന്നും ഇരുവരും പറഞ്ഞു. ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. കോടതി ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി തന്നിരിക്കുന്നു. കോടതി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഈ അയ്യപ്പ സംഗമം ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതേസമയം ആഗോള അയ്യപ്പ സംഗമം സംബന്ധിച്ച് കോടതി വിധി സർക്കാരിനും ദേവസ്വം ബോർഡിനുമേറ്റ കനത്ത തിരിച്ചടിയാണെന്നാണ് ബി.ജെ.പി. നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ് പറഞ്ഞത്. സംഗമത്തിന്റെ ഉദ്ദേശശുദ്ധി വ്യക്തമാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കോടതിക്ക് സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും വിശ്വാസമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ ഹൈക്കോടതി വിധി സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനുമേറ്റ കനത്ത തിരിച്ചടിയാണ്. അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ച് ബി.ജെ.പി. പ്രകടിപ്പിച്ച ആശങ്ക കോടതിയും പങ്കുവച്ചു എന്നാണ് വിധി വിലയിരുത്തുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അയ്യപ്പ സംഗമത്തിലേക്ക് തങ്ങളെ ക്ഷണിച്ചിട്ടില്ലെന്ന് പി.കെ. കൃഷ്ണദാസും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അറിയിച്ചു. അത് ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല. ഞങ്ങൾ ക്ഷണിച്ച ആ സമയത്ത് നോക്കാം. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച നിലപാട് യു.ഡി.എഫ്. നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നേതാക്കന്മാരെ വീണ്ടും കണ്ട് ക്ഷണിക്കാൻ തയ്യാറാണെന്ന നിലപാടിലാണ് ദേവസ്വം ബോർഡ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമം നടത്താനുള്ള ആലോചനയുമായി സർക്കാർ. ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, പരിഹാരമാർഗങ്ങൾ എന്നിവ ചർച്ച ചെയ്യും. കൊച്ചിയിലോ കോഴിക്കോടോ സംഗമം നടത്താനാണ് ആലോചന. അയ്യപ്പ സംഗമവുമായി മുന്നോട്ടു പോകുന്ന സർക്കാരിനെതിരെ ഉയർന്ന പ്രധാന ആക്ഷേപമായിരുന്നു ഭൂരിപക്ഷ പ്രീണനമെന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഭൂരിപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി അയ്യപ്പ സംഗമം നടത്തുന്നുവെന്ന ആരോപണം കോൺഗ്രസും ബി.ജെ.പിയും ഉയർത്തുമ്പോഴാണ് എല്ലാ സമുദായങ്ങളെയും ചേർത്ത് നിർത്താൻ സർക്കാർ തയ്യാറെടുക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ ഇവ ചർച്ച ചെയ്യുകയും പരിഹാരമാർഗങ്ങൾ തേടുകയുമാണ് ഈ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേശീയ തലത്തിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വേട്ടയാടലുകളും ആക്രമണങ്ങളും ഉൾപ്പെടെ ചർച്ചയാകും. കൊച്ചിയിലോ കോഴിക്കോട്ടോ സംഗമം നടത്താനാണ് ആലോചന. ക്രൈസ്തവ, മുസ്ലിം സമുദായങ്ങളെ യോജിപ്പിച്ചുകൊണ്ടാണ് സംഗമം നടത്തുക. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമവും നടത്തുന്നതിലൂടെ സർക്കാർ എല്ലാ മേഖലയിലും വേണ്ട ഇടപെടൽ നടത്തി എല്ലാ വിഭാഗക്കാരെയും ചേർത്തു നിർത്തുന്നു എന്ന സന്ദേശമാണ് നൽകുന്നത്. അതോടൊപ്പം അയ്യപ്പ സംഗമം എന്നത് പ്രത്യേക വിഭാഗക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല എന്ന സന്ദേശവും ന്യൂനപക്ഷ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നു. എല്ലാറ്റിനുമുപരി തെരഞ്ഞെടുപ്പ് വർഷത്തിൽ മതസാമുദായിക സംഘങ്ങളെ ഒപ്പം നിർത്തി രാഷ്ട്രീയ നേട്ടം കൈവരിക്കാൻ കൂടി കൃത്യമായ കരുക്കൾ നീക്കുകയാണ് സർക്കാർ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പന്തളം രാജകുടുംബാംഗത്തിന്റെ മരണത്തെ തുടർന്ന് പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്താ ക്ഷേത്രം അടച്ചു. ശുദ്ധിക്രിയകൾക്ക് ശേഷം സെപ്റ്റംബർ 22-ന് തുറക്കും. പന്തളം രാജകുടുംബാംഗവും കൈപ്പുഴ മുണ്ടക്കൽ കൊട്ടാരത്തിൽ പരേതിയായ അവിട്ടം നാൾ മംഗലത്തമ്പുരാട്ടിയുടെയും കോട്ടയം കിഴിപ്പുറമില്ലത്ത പരേതനായ സി.ഡി. പുരുഷോത്തമൻ നമ്പൂതിരിയുടെയും മകൾ തിരുവോണം നാൾ ലക്ഷ്മി തമ്പുരാട്ടിയാണ് മരിച്ചത്. 83 വയസ്സായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2:45-ന് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു അന്ത്യം. ശവസംസ്കാരം പിന്നീട് നടക്കും. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകാൻ ദേവസ്വം ബോർഡ് ഒരുങ്ങുന്നു. പാളികളുടെ അറ്റകുറ്റപ്പണി ചെന്നൈയിൽ തുടങ്ങിയെന്നും തിരികെ എത്തിക്കാനുള്ള ഉത്തരവ് നടപ്പാക്കാൻ ബോർഡിന് കഴിയില്ല എന്നും ദേവസ്വം ബോർഡിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ അറിയിക്കും. ഹർജി പരിഗണിച്ചില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് നീക്കം. ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളികൾ കോടതി അനുമതിയില്ലാതെ ഇളക്കിയെന്ന സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോടതി ഉത്തരവ്. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് ഇളകിപ്പോയ സ്വർണ്ണപ്പാളി ഉടൻ തിരികെ കൊണ്ടുവരാനാകില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കും. ചെന്നൈയിലേക്ക് സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് നടപടിക്രമം പാലിച്ചാണെന്നും ആചാരങ്ങൾ പാലിക്കാനാണ് ബോർഡ് ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ദ്വാരപാലകന്മാരുടെ വച്ചിരിക്കുന്ന കവചം പൊട്ടിപ്പൊളിഞ്ഞതാണ്. അത് പാടില്ല. 2 തന്ത്രിമാരും അത് നമുക്ക് മാറ്റണം. അതിങ്ങനെ ഇരിക്കുന്നത് അഭംഗിയാണ്. മാത്രമല്ല ഇത്രയും ചൈതന്യമുള്ളൊരു ക്ഷേത്രത്തിന് അത് ഇരിക്കാൻ പാടില്ല. അങ്ങനെയാണ് ഞങ്ങൾ കൃത്യമായ മാനുവൽ പ്രകാരം തിരുവാഭരണ കമ്മീഷണർ ഇതിൻ്റെ അധികാരി
അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അത് ചുമതലപ്പെടുത്തി അദ്ദേഹം അവിടെ പോയി കൃത്യമായ നടപടിക്രമങ്ങൾ, വീഡിയോ ചിത്രീകരണം ഉൾപ്പെടെ പോലീസ് വിജിലൻസിൻ്റെ സാന്നിധ്യത്തിൽ അത് കൃത്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് നമ്മളിപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ അനിശ്ചിതമായി തീരുമാനമെടുക്കാതെ ഇരിക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ. എന്നാൽ സമയപരിധി വയ്ക്കാനുമാകില്ല എന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അറിയിച്ചു. ഇക്കാര്യത്തിലുള്ള 2 ബെഞ്ചിന്റെ വിധി അസാധുവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. വാദം പൂർത്തിയായ സാഹചര്യത്തിൽ റഫറൻസ് വിധി പറയാനായി മാറ്റി. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച വിധി ചോദ്യം ചെയ്ത് രാഷ്ട്രപതി നൽകിയ റഫറൻസിന്റെ വാദം സുപ്രീംകോടതിയിൽ പൂർത്തിയായി. രാഷ്ട്രപതി ഉന്നയിച്ച 14 ചോദ്യങ്ങളിലുള്ള വാദം 10 ദിവസമാണ് നീണ്ടുനിന്നത്. ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് രാഷ്ട്രപതിയുടെ റഫറൻസിൽ വാദം കേട്ടത്. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്ക് സമയപരിധി നിശ്ചയിച്ച തീരുമാനത്തെ അതിശക്തമായി കേന്ദ്ര സർക്കാർ എതിർത്തു. സമയപരിധി നിശ്ചയിക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്ന് കേന്ദ്രം ആവർത്തിച്ചു. അതേസമയം അനിശ്ചിതകാലമായി ബില്ലിൽ തീരുമാനമെടുക്കാതിരിക്കാനുള്ള പ്രത്യേക അധികാരം ഗവർണർക്കില്ല എന്നും കേന്ദ്രം നിലപാട് അറിയിച്ചിട്ടുണ്ട്. എത്രയും വേഗം തീരുമാനമെടുക്കണമെന്നാണ് ആർട്ടിക്കിൾ 200 പറയുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ബില്ലിനനുസരിച്ച് തീരുമാനം നീണ്ടുപോകുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. സമയപരിധി നിശ്ചയിച്ച 2-അംഗ ബെഞ്ചിന്റെ വിധി റദ്ദാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ 90% ഗവർണർമാർ അംഗീകരിക്കുന്നുണ്ട് എന്ന് അറ്റോർണി ജനറൽ R വെങ്കട്ടരമണി പറഞ്ഞു. ബില്ലുകളിന്മേൽ കേന്ദ്ര സർക്കാരിന് പ്രത്യേക താൽപര്യങ്ങളില്ലെന്നും അദ്ദേഹം വാദിച്ചു. ഭരണഘടനാപരമായി തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഗവർണർക്കോ രാഷ്ട്രപതിക്കോ കേന്ദ്രമെന്നോ സംസ്ഥാനമെന്നോ വ്യത്യാസമില്ല എന്ന് AG അറിയിച്ചു. കഴിഞ്ഞ 50 വർഷമായി രാജ്യത്തെ വിവിധ ബില്ലുകളിൽ ഗവർണറുടെ അംഗീകാരം കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ രാഷ്ട്രീയമല്ല, മറിച്ച് ബില്ലുകളുടെ ഉള്ളടക്കങ്ങളും സാഹചര്യങ്ങളുമാണ് കാരണമെന്ന് R വെങ്കട്ടരമണി പറഞ്ഞു. വാദം പൂർത്തിയായ പശ്ചാത്തലത്തിൽ റഫറൻസിന്മേൽ സുപ്രീംകോടതി പിന്നീട് വിധി പറയും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ കടുത്ത നിലപാടുമായി ഖത്തർ. ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇസ്രായേലിന് മറുപടി നൽകുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജസീം അൽ ഥാനി പറഞ്ഞു. തിങ്കളാഴ്ചയാണ് അറബ് ഇസ്ലാമിക് അടിയന്തര ഉച്ചകോടി. ദോഹയിൽ ഞായറാഴ്ച വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചേരും. ഖത്തറിന് ഐക്യദാർഢ്യവുമായി പാക് പ്രധാനമന്ത്രി ദോഹയിലെത്തി. ആക്രമണത്തെ എതിർക്കുന്ന നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ ഗൾഫ് നേതാക്കളെ നേരിട്ട് അറിയിച്ചേക്കും. ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ അമർഷം പുകയുന്നു. അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഖത്തർ ഉറച്ച നിലപാട് വ്യക്തമാക്കിയത്. ആക്രമണത്തിന് ഇസ്രയേലിന് കൂട്ടായ മറുപടി നൽകുമെന്നും അതിൽ ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജസീം അൽ താനി പറഞ്ഞു. Everything about the meeting is very well known for the Israelis and for the Americans. And this is nothing. It's not something that we are hiding or as some marginal people are saying, harboring or whatever. The attack that happened on Qatar territory, it's happened on our sovereignty. This is number one. Number two, Qatar is a mediator that's been mediating many conflicts. ഏത് രീതിയിലുള്ള മറുപടി നൽകണമെന്നതിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഇസ്രയേലിന്റെ നടപടി തെമ്മാടിത്തരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഒരു പ്രകോപനം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കും വിധത്തിലായിരിക്കും തങ്ങളുടെ മറുപടിയെന്നും ഗൾഫ് മേഖല ഒന്നാകെ ഭീഷണി നേരിടുകയാണെന്നും CNN നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യയെ ഒന്നാകെ ഇസ്രയേൽ ഹമാസ് സംഘർഷങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഗാസയിൽ അവശേഷിക്കുന്ന ബന്ദികളുടെ പ്രതീക്ഷ കൂടി ഇസ്രയേൽ ഇല്ലാതാക്കിയെന്നും അൽത്താനി പറഞ്ഞു. വരുന്ന തിങ്കളാഴ്ചയാണ് അടിയന്തര ഉച്ചകോടി നടക്കുക. അതിനു മുന്നോടിയായി വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചേരും. ഇസ്രയേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഖത്തറിലെത്തി. ഇസ്രയേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തെ എതിർക്കുന്ന നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ ഗൾഫ് നേതാക്കളെ നേരിട്ട് അറിയിച്ചേക്കും. ഖത്തർ അമീറുമായി നടത്തിയ സംഭാഷണത്തിൽ ഇസ്രയേൽ ആക്രമണത്തെ മോദി അപലപിച്ചിരുന്നു. സംഘർഷം വഷളാകുന്നതിനുള്ള ആശങ്കയും ഇന്ത്യ വിവിധ രാജ്യങ്ങളെ അറിയിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. തൃശൂർ മലക്കൻപാറ വീരൻകുടിയൂരിൽ വന്യമൃഗശല്യത്തിനെതിരെ കുടിൽ കെട്ടി പ്രതിഷേധവുമായി ആദിവാസികൾ. വീരൻകുടി ഉന്നതിയിലെ 5 കുടുംബങ്ങളാണ് മാരാങ്കോട് പ്രദേശത്ത് കുടിൽ കെട്ടിയത്. ഊര് നിവാസികളെ മാറ്റിപ്പാർപ്പിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാൽ വനംവകുപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് മാരാങ്കോട് കണ്ടെത്തിയ ഭൂമി കൈമാറാൻ സാധിച്ചിരുന്നില്ല. ഒരു നടപടിയും ഉണ്ടാകാതെ ആയതോടെ കഴിഞ്ഞ ദിവസമാണ് ആദിവാസികൾ പ്രദേശത്ത് കുടിൽ കെട്ടിയത്. 2018 മഹാപ്രളയത്തിൽ ഭൂമിയും വീടുകളും നശിച്ചുപോയ ആദിവാസി കുടുംബങ്ങളാണിവർ.
സർക്കാർ ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് പുനരധിവസിപ്പിക്കാൻ തീരുമാനമായെങ്കിലും വനംവകുപ്പ് എതിർപ്പുമായി എത്തിയതോടെ പദ്ധതി അനിശ്ചിതത്വത്തിലാവുകയായിരുന്നുവെന്നാണ് പരാതി. മലക്കപ്പാറ വീരൻകുടിയിൽ അടച്ചുറപ്പില്ലാത്ത താൽക്കാലിക കുടിലുകൾ കെട്ടിയായിരുന്നു കുടുംബങ്ങൾ കഴിഞ്ഞിരുന്നത്. വന്യജീവി ശല്യവും പ്രകൃതിക്ഷോഭവും രൂക്ഷമായതോടെ ജീവിക്കാൻ വഴിയില്ലാതായി. ഇതോടെയാണ് കളക്ടർ അനുവദിച്ച ഭൂമിയിൽ കുടിൽ കെട്ടാൻ ആദിവാസികൾ തീരുമാനിച്ചത്. സർക്കാർ നിശ്ചയിച്ച പുനരധിവാസ പദ്ധതി വനംവകുപ്പ് അട്ടിമറിക്കുന്നുവെന്നാണ് പരാതി. കുടിയില് വന്ന് ഒരു കുട്ടീനെ വന്ന് പുലി പിടിച്ചു. നേരത്തെ പണ്ടിരുന്ന ഉരുളംപൊട്ടി 2018. എന്നിട്ട് എനിക്കാണെങ്കിൽ ആകെ വയ്യ. ഈ പോത്തും കിടിച്ച് കാലും കൊടിഞ്ഞു പോയി. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ വീട്ടിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ഇപ്പം ഇവിടെ വന്ന് ചെറിയ പിള്ളേരും കൂട്ടിച്ച് ഈ കാട്ടിനുള്ളിൽ വന്ന് കിടക്കണത്. അത്രയും ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ പുലി പിടിച്ച് വീട്ടിൽ കിടക്കാൻ ഒരു പ്ലാസ്റ്റിക് ചെട്ടാണ്. ആ ഷെട്ടിൻ്റെ അകത്ത് കയറി ഇപ്പോൾ പുലി വാന്തി പൊട്ടിച്ച് അകത്ത് കയറി വരുന്നുണ്ട്. ഈ കമ്മിറ്റി കാളിൽ കിടന്ന് ഞങ്ങൾ എത്ര ദിവസമായത് കിടക്കാൻ, എത്ര ദിവസമായി മയ്യലെന്ന് ഈ പിള്ളേരും കുടിച്ചുകൊണ്ട് നടക്കാൻ. അത് കാരണം കൊണ്ട് ഞങ്ങൾ ഒരു തീരുമാനത്തിൽ വന്ന് ഇവിടെ ഞങ്ങൾ കടത്തിയുടെ സ്ഥലത്ത് ഇപ്പോൾ വന്ന് ഷെട്ട് വെച്ചിരിക്കുക. എന്ത് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഈ പോലീസുകാർ ഞങ്ങൾ അത് കാരണം കൊണ്ട് ഇത് വിട്ടിറങ്ങി പോകില്ല. ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കുകയും ചെയ്യും. സംഭവത്തിൽ പ്രതിഷേധിച്ച ചാലക്കുടി DF ഓഫീസിലേക്ക് ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ മാസങ്ങൾക്ക് മുൻപ് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. വീരൻകുടിയിൽ താൽക്കാലിക കുടിലിൽ കഴിഞ്ഞ ആദിവാസി ബാലനെയാണ് മാസങ്ങൾക്ക് മുൻപ് പുലി ആക്രമിച്ചത്. എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഊരു നിവാസികൾ. അമൃത ന്യൂസ്, തൃശൂർ. അധികൃതരോട് പലതവണ പരാതിപ്പെട്ടിട്ടും ആദിവാസികളുടെ കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് പരാതി. ഇത്രയും വേഗം അവർക്ക് വാസയോഗ്യമായ സ്ഥലം കണ്ടെത്തണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ജില്ലാ കളക്ടറും അതുപോലെ തന്നെ DFOയുടെ വനവകുപ്പൊക്കെ ഈ സ്ഥലം കണ്ടെത്തുകയും റവന്യൂ വകുപ്പ് ഇവർക്ക് അവിടെയുള്ള ഭൂമിക്ക് തുല്യമായിട്ട് ഭൂമി ഇവിടെ അളന്ന് തിട്ടപ്പെടുത്തുകയും ചെയ്തതാണ്. അപ്പോൾ അത് ഇവിടെ താമസിക്കാൻ സാധ്യമല്ല എന്ന നിലപാടാണ് പിന്നീട് DFO അടക്കമുള്ള വനവകുപ്പ് ഉദ്യോഗസ്ഥരെടുത്ത്. ഇത് നിയമപരം അല്ല എന്നാണ് DFO അടക്കം പറയുന്നത്. നിയമപരമാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് 3 മന്ത്രിമാരും പട്ടികവർഗ മന്ത്രിയും വനവകുപ്പ് മന്ത്രി റവന്യൂ മന്ത്രിയും പങ്കെടുത്ത സംസ്ഥാന തലത്തിലുള്ള മീറ്റിംഗിൽ വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. ആ വർക്കിംഗ് ഗ്രൂപ്പ് കൂടാത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത് വർക്കിംഗ് ഗ്രൂപ്പ് കൂടുകയും ഗവൺമെന്റിൽ നിർദ്ദേശം സമർപ്പിക്കുകയും കേന്ദ്ര ഗവൺമെന്റിന് അംഗീകാരം കിട്ടുന്ന തരത്തിലേക്ക് ഇത് എത്രയും പെട്ടെന്നാക്കണം. അതുവരെ ഇവർ നിയമപരം അല്ല എന്നിവർ പറയുന്ന ഈ കാര്യം അടക്കം അതുവരെ തീരുമാനം ഉണ്ടാകുന്നവരെ ഈ കുടിൽ കെട്ടി സമരം നിലയ്ക്ക് അല്ലെങ്കിൽ ഇവിടെ താമസം തുടരുക തന്നെ ചെയ്യും. ഇവിടെ ഇവർക്കിപ്പോൾ അളന്നു കൊടുത്ത ഭൂമിയാണ്. അളന്ന് കല്ലിട്ട് ഒക്കെ കൂടി കളക്ടറും DFOയും എല്ലാവരും കൂടി എല്ലാ ആൾക്കാരും കൂടി തന്ന് ചെയ്ത് കൊടുത്താണ്. പക്ഷേ അതിന് ശേഷമാണ് DFO മാത്രം ഇതിൽ നിന്നുകൊണ്ട് നമുക്കത് കയറാൻ പറ്റില്ല എന്നുള്ള തീരുമാനം വരെ മാറ്റിവിടുന്നു. അപ്പോൾ ഇതാണ് അവരുടെ കണ്ടീഷൻ. ഇവരെങ്ങോട്ട് പോകും? നമുക്ക് ജനിച്ചു പോയില്ലേ, ഭൂമിയിലേക്ക് ജനിച്ചു പോയാൽ നമുക്ക് ജീവിക്കാൻ അവകാശം ഉണ്ടല്ലോ. 2018 തൊട്ടുള്ള പിശുനിയാണ്. എല്ലാവരും കമ്മിറ്റികളിൽ പോകും, എല്ലാവർക്കും താഴെ പോകും. അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഓരോ വർഷമായിട്ട് ഞങ്ങൾ മുന്നാട്ട് ചുട്ടാലിൽ തന്നെ ഞങ്ങളുടെ വീട്. അവിടെ നിന്ന് മുന്നാട്ട് ചുട്ടാലിൽ 1 മാസം ഇരുന്നു. സാർ അംഗീകരിച്ചില്ല. വീണ്ടും ഞങ്ങൾ കൂടുതൽ വെച്ച് ഇതുപോലെ തന്നെ കൂടുതൽ വെച്ച് സാധിച്ചു. ഇപ്പോൾ 1.5 വർഷമായി. ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഹരീഷ് നാരായണൻ ചേരുകയാണ്. ഹരീഷ്, പേടിയില്ലാതെ കിടന്നുറങ്ങാൻ ഒരിടം വേണം. അത് തന്നെയല്ലേ വീരൻകുടി ഊരിലെ ആദിവാസികളുടെ ആവശ്യം? ഈ മലക്കപ്പാറ വീരൻകുടി ഊര് നിവാസികളാണ് ഇപ്പോൾ ഈ ഒരു മാരങ്കോട് വന്ന ഇത്തരത്തിൽ കുടിൽ കെട്ടി പ്രതിഷേധം കാഴ്ചവെക്കുന്നത്. ഇവർ പറയുന്നത് മലക്കപ്പാറ വീരൻകുടി ഊര് അത് വാസയോഗ്യമായ പ്രദേശമല്ല. അവിടെ വന്യജീവി ശല്യം രൂക്ഷമാണ്. മാത്രമല്ല പ്രകൃതിക്ഷോഭങ്ങൾ, പ്രളയം, അതുപോലെ മണ്ണിടിച്ചിലടക്കം അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഒട്ടും വാസയോഗ്യമല്ല. അവർക്ക് കൃത്യമായി അവിടെ നിന്ന് മാറി താമസിക്കാൻ ഒരു ഭൂമി വേണമെന്നുള്ളൊരു കാര്യമാണ് ഇവർ പറയുന്നത്. ഇത് റവന്യൂ വകുപ്പും അതുപോലെ സർക്കാരും ഒക്കെ ചേർന്ന് കണ്ടെത്തിയ ഒരു ഭൂമിയാണ്. പക്ഷെ പിന്നീട് അവിടെ ചില നിയമങ്ങൾ പറഞ്ഞ് DFO അടക്കമുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തടസ്സവുമായി മുന്നോട്ട് വരികയായിരുന്നു എന്നാണ് ഇപ്പോൾ ഇവർ പരാതിയായി പറയുന്നത്. പക്ഷേ ആ ഭൂമിയിൽ തന്നെ കളക്ടറെല്ലാം കണ്ടെത്തിയ ഒരു ഭൂമിയിൽ തന്നെ കുടിൽ കെട്ടി താമസിക്കാനാണ് ഇപ്പോൾ ഇവരുടെ തീരുമാനം. അതൊരു പ്രതിഷേധാത്മകമായി തന്നെയാണ് അത്തരത്തിൽ താമസിക്കുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് DFO ഓഫീസിലേക്ക് ഇവർ മാർച്ചും നടത്തിയിരുന്നു. പക്ഷേ സർക്കാർ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രി അടക്കം പറയുന്നത് ഇത് കേന്ദ്ര വന നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നങ്ങളാണ് ഇതിനു കാരണമെന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ഊരു നിവാസികളുടെ ആദിവാസികളുടെ ആവശ്യം ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് മാറ്റി അവർക്ക് വാസയോഗ്യമായ ഒരു പ്രദേശം തരണമെന്നുള്ളതാണ്. അത് അവരുടെ അവകാശമാണെന്ന് പറയുന്നു. കാടിനകത്തുള്ളവർ കാടിനകത്ത് തന്നെ ജീവിക്കേണ്ടതാണ്. പക്ഷേ അവർക്ക് ഈ വന്യജീവി ശല്യമില്ലാത്ത അല്ലെങ്കിൽ വലിയ പ്രശ്നമില്ലാത്ത താമസയോഗ്യമായ സ്ഥലം അവർക്ക് ലഭ്യമാക്കണം എന്നുള്ളൊരു കാര്യമാണ്. അത് എത്രയും പെട്ടെന്ന് അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായെങ്കിൽ കൂടുതൽ സമരമാർഗവുമായി ഇവർ മുന്നിട്ടിറങ്ങുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്.
തീർച്ചയായും ഹരീഷ്, വീരൻകുടിയൂരിലെ വന്യമൃഗശല്യത്തിനെതിരെയുള്ള കുടിൽകെട്ടി പ്രതിഷേധം അധികൃതർ കാണണം. എത്രയും വേഗം അവർക്ക് പേടിയില്ലാതെ കിടന്നുറങ്ങാൻ ഒരിടവും ഒരുക്കണമെന്ന് തന്നെയാണ് ടോപ് 10 ആവശ്യപ്പെടാനുള്ളത്. PK ഫിറോസിനെതിരെ കൂടുതൽ ആരോപണങ്ങളും തെളിവുകളും നിരത്തി KT ജലീൽ. 2018 മുതൽ 2020 ഡിസംബർ 19 വരെ ദുബായ് ആസ്ഥാനമായ ഫോർച്യൂൺ എന്ന കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്ന പേരിൽ ഫിറോസിന് വിസയുണ്ട്. ഈ കമ്പനി ദുബായിൽ എവിടെയാണെന്നും എന്താണ് ഈ കമ്പനിയിൽ ഫിറോസ് ചെയ്യുന്നതെന്നും വ്യക്തമാക്കണമെന്നും ജലീൽ ആവശ്യപ്പെട്ടു. 5.25 ലക്ഷം രൂപയാണ് ഓരോ മാസവും അദ്ദേഹത്തിന് ശമ്പളമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓഫീസിന്റെ ലൊക്കേഷൻ അദ്ദേഹം ഒന്ന് പുറത്തുവിടണം. ദുബായിൽ എവിടെയാണ് ഈ കമ്പനിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്ന വിവരം അദ്ദേഹം പുറത്തുവിടണം. ബന്ധുനിയമനം കൈയോടെ പിടികൂടിയതിലുള്ള അമർഷമാണ് KT ജലീലിനെന്നും ദാവൂദുമായി ബന്ധമുണ്ടെന്നേ ഇനി പറയാനുള്ളൂ എന്നും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. മന്ത്രിയായിരുന്ന ഘട്ടത്തിലെ അഴിമതി പുറത്തു വരുന്നു എന്നറിഞ്ഞ വെപ്രാളത്തിലാണ് അദ്ദേഹം. താൻ തൊഴിലും ബിസിനസ്സും ചെയ്യുന്നുണ്ടെന്നും രാഷ്ട്രീയം ഉപജീവനമാക്കിയിട്ടില്ല എന്നും ഫിറോസ് കോഴിക്കോട് പറഞ്ഞു. എനിക്ക് ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ ആരോപണങ്ങളും ഒരുവിധം അദ്ദേഹം ഇതിനകം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ബന്ധു നിയമനം കൈയോടെ യൂത്ത് ലീഗ് പിടിച്ചപ്പോൾ അദ്ദേഹത്തിന് നാണം കെട്ട് രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ നാണം കെട്ട് രാജിവെച്ചതിലുള്ള പകയാണ് ഇത്തരമൊരു ആരോപണത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു അഴിമതി പിടിക്കപ്പെടാൻ പോകുന്നു, അത് പുറത്തു വരാൻ പോകുന്നു എന്നതിൻ്റെ വെപ്രാളത്തിലാണ് അദ്ദേഹം ഇപ്പോൾ എനിക്കെതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻമന്ത്രിയും നിയമസഭാ സ്പീക്കറുമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് PP തങ്കച്ചൻ അന്തരിച്ചു. ഏറെക്കാലമായി അസുഖബാധിതനായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് 3-ന് നെടുമ്പാശ്ശേരി അകപ്പറമ്പ് യാക്കോബായ പള്ളിയിൽ സംസ്കാരം നടക്കും. ആലുവ രാജഗിരി ആശുപത്രിയിൽ വൈകിട്ട് 4:30 മുതിർന്ന കോൺഗ്രസ് നേതാവ് PP തങ്കച്ചന്റെ അന്ത്യം. ശ്വാസകോശ അണുബാധയെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് 15-നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് ആരോഗ്യനില മോശമായി. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയത്. കഴിഞ്ഞ ദിവസം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു. എന്നാൽ ഇന്ന് രാവിലെ സ്ഥിതി വീണ്ടും മോശമാകുകയും വൈകിട്ടോടെ മരണം സംഭവിക്കുകയും ചെയ്തു. നാളെ രാവിലെ 11 മണിയോടെ മൃതദേഹം പെരുമ്പാവൂരിലെ വീട്ടിലെത്തിക്കും. തുടർന്ന് പൊതുദർശനമുണ്ടാകും. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് അകപ്പറമ്പ് യാക്കോബായ സുറിയാനി പള്ളിയിലാണ് സംസ്കാരം. 6 പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതമാണ് PP തങ്കച്ചൻ്റേത്. KPCC പ്രസിഡന്റ്, UDF കൺവീനർ, ആന്റണി മന്ത്രിസഭയിൽ കൃഷിമന്ത്രി, പെരുമ്പാവൂരിൽ നിന്ന് 4 തവണ MLA, എറണാകുളം DCC പ്രസിഡന്റ്, പെരുമ്പാവൂർ നഗരസഭാധ്യക്ഷൻ തുടങ്ങിയ സുപ്രധാന സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. തങ്കച്ചന്റെ നിര്യാണത്തിൽ രാഷ്ട്രീയ നേതാക്കൾ, പ്രവർത്തകർ, മത സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. അമൃത ന്യൂസ്, കൊച്ചി. സമവായത്തിന്റെ വക്താവ്, അതായിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ PP തങ്കച്ചൻ എല്ലാ കാലവും വഹിച്ചിരുന്ന പദവി. സ്പീക്കറായും മന്ത്രിയായും KPCC പ്രസിഡന്റായും 13 വർഷക്കാലം UDF കൺവീനറായും സജീവമായിരുന്ന കാലത്ത് ഒരിക്കൽ പോലും അധികാരത്തിനായി പിടിവലി കൂടുന്ന തങ്കച്ചനെ കാണാനും കഴിഞ്ഞിരുന്നില്ല. K. കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള അതികായന്മാർ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം അടക്കി വാണിരുന്ന കാലം. ഗ്രൂപ്പുകളുടെ അമരത്തിരുന്ന് നേർക്കുനേർ പോരാടുമ്പോഴും പ്രസ്ഥാനത്തെ പടുത്തുയർത്താൻ നിസ്വാർത്ഥമായി ശ്രമിച്ചിരുന്ന നേതാക്കന്മാരുടെ ഗണത്തിലാണ് എല്ലാ കാലവും PP തങ്കച്ചന്റെ സ്ഥാനവും. സ്പീക്കർ, മന്ത്രി, KPCC അധ്യക്ഷൻ, UDF കൺവീനർ തുടങ്ങിയ പദവികൾ വഹിച്ചു. പക്ഷേ ഇതിൽ പലതും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏറ്റെടുക്കേണ്ടി വന്നതാണ്. K. കരുണാകരൻ രാജിവെച്ച AK ആന്റണി മുഖ്യമന്ത്രിയാകുന്ന വേളയിൽ സ്പീക്കർ പദവിയിൽ നിന്നാണ് PP തങ്കച്ചൻ മന്ത്രിസഭാംഗമാകുന്നത്. കൃഷിവകുപ്പ് മന്ത്രിയായി 1 വർഷം. K. കരുണാകരൻ AK ആന്റണി പോര് പാരമ്യതയിൽ എത്തി നിൽക്കുന്ന സമയം. K. മുരളീധരൻ KPCC അധ്യക്ഷ പദവി രാജിവെച്ച് മന്ത്രിയാകുമ്പോൾ പകരം ചുമതല PP തങ്കച്ചനെ തേടിയെത്തി. ഉമ്മൻചാണ്ടി UDF കൺവീനർ പദവി ഒഴിഞ്ഞപ്പോഴും ആ സ്ഥാനം തേടിയെത്തിയത് PP തങ്കച്ചനെ തന്നെയായിരുന്നു. 2004 മുതൽ 2018 വരെ ദീർഘമായ 13 വർഷക്കാലം മുന്നണിയെ നയിച്ചു. ഇക്കാലങ്ങളിലൊക്കെയും കോൺഗ്രസ് നേരിട്ട പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും സമവായത്തിന്റെ മുഖം. എല്ലാവർക്കും എല്ലാ സമയത്തും സമീപിക്കാവുന്ന നേതാവ്.
കെ കരുണാകരനൊപ്പം ഐ ഗ്രൂപ്പിൽ അടിയുറച്ചു നിന്നപ്പോഴും പക്ഷേ ലീഡർ പാർട്ടി വിട്ടുപോയപ്പോൾ പ്രസ്ഥാനം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത നിലപാട്. DCC അധ്യക്ഷ പദവി മുതൽ നിരവധി സ്ഥാനമാനങ്ങൾ തേടിയെത്തിയെങ്കിലും ഒരു വേള പോലും അധികാരത്തിനായി മുറവിളി കൂട്ടിയിട്ടില്ല. 3 തവണ പെരുമ്പാവൂരിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ തങ്കം പോലൊരു തങ്കച്ചൻ. അക്കാലത്ത് മണ്ഡലത്തിൽ ഉയർന്നുകേട്ട പ്രചാരണ മുദ്രാവാക്യം പോലും അതായിരുന്നു. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരുകളുടെ ജീർണത ഏറ്റവും അധികം മറനീക്കി പുറത്തുവന്ന കയ്യാങ്കളി. KPCC എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കാനെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താനെയും ശരത്ചന്ദ്ര പ്രസാദിനെയും കയ്യേറ്റം ചെയ്ത് ഐ ഗ്രൂപ്പ് പ്രവർത്തകർ. കയ്യാങ്കളി സ്ഥലത്ത് ആദ്യം ഓടിയെത്തിയത് PP തങ്കച്ചനായിരുന്നു. അദ്ദേഹത്തിനും ദേഹോപദ്രവമേറ്റു. ഈ സംഭവം മാത്രം മതിയാകും കോൺഗ്രസിന്റെ പോരാട്ട കലുഷിത ഭൂമിയിൽ എപ്പോഴും സമവായത്തിന്റെയും തർക്കപരിഹാരത്തിന്റെയും ആൾരൂപമായി ഉണ്ടാകുന്ന PP തങ്കച്ചൻ എന്ന രാഷ്ട്രീയ നേതാവിനെ തിരിച്ചറിയാൻ. തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് പിന്നാലെ മറ്റൊരു സമവായ മുഖം കൂടി കോൺഗ്രസിൽ വിടവാങ്ങുകയാണ്. ഒരുപക്ഷെ കോൺഗ്രസ് ഇപ്പോഴും തിരയുന്നത് പരിഹാര ഫോർമുലകളിൽ അഗ്രഗണ്യന്മാരായ ഇതുപോലുള്ള നേതാക്കന്മാരെയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ദുബായിൽ നടക്കുന്ന ഏഷ്യ കപ്പിലെ ഇന്ത്യ-പാക് ക്രിക്കറ്റ് മത്സരം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി അടിയന്തരമായി പരിഗണിക്കാതെ സുപ്രീംകോടതി. മത്സരം നടക്കട്ടെ എന്ന് സുപ്രീംകോടതി പറഞ്ഞു. ജസ്റ്റിസ് JK മഹേശ്വരി, വിജയ് ബിഷ്ണോയ് എന്നിവർ അടങ്ങിയ 2 അംഗ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഏഷ്യ കപ്പിൽ ഞായറാഴ്ച പാകിസ്ഥാനെതിരെ നടക്കുന്ന മത്സരത്തിൽ നിന്ന് ഇന്ത്യയെ വിലക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. നിയമവിദ്യാർത്ഥികളായ 4 പേരാണ് ഹർജിയുമായി സുപ്രീംകോടതിയെ സമീപിച്ചത്. ഹർജി നാളെ തന്നെ പരിഗണിക്കണം എന്ന ആവശ്യം അംഗീകരിച്ചില്ല. കളി നടക്കട്ടെയെന്ന് കോടതി പറഞ്ഞു. ജസ്റ്റിസ് JK മഹേശ്വരി, വിജയ് ബിഷ്ണോയ് എന്നിവരടങ്ങിയ 2 അംഗ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. ഇത്ര തിടുക്കം എന്തിനെന്നും കോടതി ചോദിച്ചു. പരസ്പരം മത്സരങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമെന്നും കോടതി വ്യക്തമാക്കി. ഞായറാഴ്ചയാണ് ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം. രാജ്യത്തെ സൈനികർ ഭീകരർക്കെതിരെ പോരാടി ജീവൻ ബലി നൽകുമ്പോൾ പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നായിരുന്നു വാദം. അതേസമയം ICC ഇവന്റുകളിൽ പാകിസ്ഥാനെതിരായ മത്സരം ബഹിഷ്കരിക്കുക എന്നത് പ്രായോഗികമല്ലെന്ന് BCCI നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അത്തരം നീക്കം രാജ്യത്തിന്റെ കായിക മേഖലയെ ബാധിക്കുമെന്നും BCCI വ്യക്തമാക്കിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.